ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു ഡേ ഔട്ട് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. ഡേ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളിന്ന് ഞാനും ശ്രീകുട്ടിയും വാവച്ചിയും അച്ഛനും കൂടെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ അച്ഛൻ എത്തിയിട്ടുണ്ട്. ഇപ്പോഴേ സമയം ഉച്ചയായി. നമുക്ക് ഇപ്പോഴെങ്കിലും ഇറങ്ങിയാൽ വൈകിട്ട് ജിമ്മ് തുറക്കണതിന് മുമ്പ് എനിക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. നല്ല വെയിലുള്ള ടൈമാണ്. പ്രത്യേകം എന്തെങ്കിലും നല്ലൊരു സൺസ്ക്രീനിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കണം. അച്ഛൻ്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ല എന്ന് പറഞ്ഞ് അച്ഛൻ നില വിളിച്ച് പെട്രോൾ അടിക്കാൻ പോയി. ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത്രയും നേരെ ഇവറ്റകളെ കാത്തു നിന്ന് നമ്മൾ ആരായി? പോവാം. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ. മെയിൻ ഉദ്ദേശം എനിക്കൊരു ചെരുപ്പ് വാങ്ങണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ചെരുപ്പ് വാങ്ങാനാണോ ഇവറ്റകളെല്ലാം കൂടെ പോകുന്നതെന്ന്. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. പുറത്തിറങ്ങാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും ഞങ്ങൾ പാഴാക്കാറില്ല. സ്റ്റുഡിയോയിൽ കയറി ചെരുപ്പ് നോക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പം ബാക്കിൽ ഇരിക്കുന്ന എൻ്റെ എല്ലാമെല്ലാമായി പ്രിയപ്പെട്ട അനിയത്തി എന്നോട് പറഞ്ഞു, ചേച്ചി നമുക്ക് മാക്സിൽ പോകും, അവിടെ നല്ല ഓഫർ നടക്കുകയാണ്, ഫ്ലാഷ് സെയിൽ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അച്ഛനോടും ശ്രീകുട്ടിയോടും ചോദിച്ചപ്പോൾ അവർ ഡബിൾ ഓക്കെ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മാക്സിലോട്ട്. മാക്സിലോട്ട് പോകാൻ തീരുമാനിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു ചെരുപ്പിനെ കയറി ഇത്രയും ദൂരം പോകണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പൊന്നനിയത്തി എനിക്ക് ബാക്ക് ചെയ്ത് മോട്ടിവേഷൻ നൽകി. ചേച്ചി ഫ്ലാഷ് സെയിലാണ്, ചെരുപ്പ് മാത്രമല്ല ചിലപ്പോൾ ചേച്ചിക്ക് ടീഷർട്ടോ ടോപ്പോ ഒക്കെ എടുക്കാൻ പറ്റിയാലോ, എന്തായാലും നമുക്കൊന്ന് പോവാം. അപ്പം പിന്നെ ഞാൻ കരുതി ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ അല്ലേ. അങ്ങനെ നമ്മൾ മാക്സിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് അവിടെ നിങ്ങറ്റം വരെ വന്നത്. എന്താവുമെന്ന് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. വാവച്ചിതേ ഈ കാണിക്കുന്ന വെപ്രാളം എന്തിനാണെന്ന് മനസ്സിലായോ? എസ്കലേറ്ററിൽ കയറാൻ പേടിയായിട്ടാ. അവസാനം ശ്രീകുട്ടി വല്ല വിധനെ സമ്മതിപ്പിച്ചു. ഞങ്ങളില്ലേ കൂടെ, നമുക്ക് ഒന്നിച്ച് പോവാം, കൈപിടിച്ച് പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാ കയറ്റിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ മാക്സിൻ്റെ എൻട്രൻസ് എത്തി. ഇനി അകത്ത് കയറിയിട്ട് നോക്കാം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ എല്ലാം ഉണ്ടോന്ന്. കയറിയ പാടെ ഞങ്ങൾ നോക്കിയത് 99 എന്തെങ്കിലും ഉണ്ടോന്നാണ്. പക്ഷേ ഞങ്ങളവിടെ കണ്ടതെല്ലാം 399, 299, 199 എന്നിങ്ങനെയുള്ള റേറ്റുകളിലാണ്. അതിന് താഴോട്ടുള്ളതൊന്നും ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. വാവിച്ചൊരു വിഷമം കണ്ടോ ഗൈസ്? ശ്രീകുട്ടി ആകെ കീഴിൽ പോയി നിൽക്കുകയാണ്. ഞങ്ങളവിടെ കണ്ടതിൽ മാക്സ് സെയിലിൽ കൊടുത്തിരിക്കുന്നത് ഒരു 399, 299, 199 ഈ റേഞ്ചിലുള്ള മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല രീതിയിലുള്ള അവരുടേതായ പ്രൈസ് ടാഗോടുകൂടി തന്നെയാണ് അവിടെ കിടക്കുന്നത്. നമുക്ക് അത്ര അഫോർഡബിളായിട്ട് തോന്നുന്നില്ല റേറ്റൊന്നും. പക്ഷേ നല്ലൊരു ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട് അവിടെ. വെസ്റ്റേൺ ആയാലും നല്ല രീതിയിലുള്ള നമുക്ക് ബാഗി പാൻസ്, പല ടൈപ്പ് പാൻസ് ഉണ്ട്, ജീൻസ് ഉണ്ട്, എല്ലാം നല്ല രീതിയിലുള്ള കളക്ഷൻസാണ്. പക്ഷേ അതൊന്നും അത്ര ആ ഒരു റേറ്റ് നമുക്കത്ര വർത്തായിട്ട് തോന്നിയില്ല. ഇനി നമുക്ക് കുറച്ച് ക്യാറ്റ് ബാഗ് ഉണ്ടല്ലോ. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പരിചയം. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഓൺലി 499 മാത്രം നമുക്ക് ഈസ്റ്റ് ഫോർട്ട് പോയി ഇത് വെറും 100-150 രൂപയ്ക്ക് കിട്ടും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബാഗിൻ്റെ സെക്ഷനിലാണ്. എന്താ പറയുക, ബാഗുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കളക്ഷൻസാണ് അവിടെ ഉള്ളത്. പല വെറൈറ്റി ടൈപ്പ് ബാഗുകളുണ്ട്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് അഫോർഡായിട്ട് തോന്നാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മുങ്ങി. എൻ്റെ കൂടെ വന്ന 3 കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കി നടന്നപ്പോഴാണ് 3 സ്റ്റാൻഡിൽ തോന്നി നിൽക്കുന്നത് ഞാൻ കണ്ടത്.
ഇതൊക്കെ എന്തൊരു അട്ടിയായിട്ടാണെന്ന് തോന്നുന്നു. എവിടെ ഇടാനും ഒരുപാട് അക്സസറീസ് ഉണ്ട്. ഇയർ റിങ്സ് ആയിട്ടും നമുക്ക് ചെയിനായിട്ടും അല്ലാതെ ക്ലിപ്പായിട്ടും ഒക്കെ ഒരുപാട് അക്സസറീസ് ഉണ്ട്. ഇയർ റിംഗ് ഒക്കെ സെറ്റായിട്ട് വരുന്നതൊക്കെ ഉണ്ട്. എല്ലാം ഞങ്ങൾ നോക്കി ആസ്വദിച്ച് എല്ലാം അതുപോലെ ഞങ്ങളവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഷോയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഒന്നും എടുക്കാനുള്ള ഉദ്ദേശമില്ലാന്ന് അവർക്കും എനിക്കും നല്ലപോലെ അറിയാം. അടുത്തായി ഞങ്ങൾ പോയത് ഫുട്വെയറിൻ്റെ സെക്ഷനിലാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഷൂസിൻ്റെയൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ കാണുന്നതിൻ്റെ മുകളിൽ കൊടുത്തേക്കുന്നത് 199 ആണ്. പക്ഷേ ചെരുപ്പിൽ കൊടുത്തേക്കുന്നത് 399 ആണ്. അതെന്താണെന്നറിയില്ല. എവിടെ പോയി ഇങ്ങനെ മൂഞ്ചി പോണം എന്തെന്ന് അറിഞ്ഞൂടെ ഗൈസ്. നമുക്കിനി എന്തെങ്കിലും നെക്സ്റ്റ് ടൈം ശരി. ഞങ്ങളിവിടെ വീഡിയോ എടുത്ത് കുറേ കോപ്രായം കാണിക്കാനായിട്ട് അവിടുത്തെ സ്റ്റാഫായിട്ടുള്ള ചേച്ചീനെ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിരുമ്പം ഞങ്ങൾക്ക് പണി കിട്ടും, ഇവിടെ ഓഫറില്ല, അങ്ങനെയൊന്നും പറഞ്ഞു കളയരുത് എന്നൊക്കെ. ആ ചേച്ചീനെ നമുക്ക് അതിനുള്ള ആൻസറും തന്നു. 99 ഓഫർ ഇട്ട് കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ടെല്ലാം കഴിയും. അതുകൊണ്ട് മിക്കവരും വന്ന് വീഡിയോസൊക്കെ അങ്ങനെ ഇടാറുണ്ട്. ഇവിടെ ഓഫറില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇടാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയുടേതായ രീതിയിൽ നല്ലോണം ഞങ്ങളോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കിഡ്സിലെ സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരെ ഇവിടെ അവൈലബിൾ ആണ്. പൊന്നിച്ചിനും ഒരേ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു ഏകദേശം അല്ലേ? ഇതുള്ളടി ബാബജിക്കാണെങ്കിൽ ഇവിടെ കിടക്കുന്ന എല്ലാ തുണികളും കൂടെ ഒന്നിച്ചെടുത്ത് പോയാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ ചേച്ചിയുടെ എപ്പോഴുള്ള പരാതിയാണ്, ബോയ്സിന് കളക്ഷൻ ഇല്ല, അവർക്ക് 2 ആൺകുട്ടികളാണ്. ഇവിടെ ഞാൻ വന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള ബോയ്സിനാണ്. പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷർട്ട്സും ടീഷർട്ട്സും പല വെറൈറ്റി പ്രിൻറ്റ്സും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു കളക്ഷൻസാണ് ബോയ്സിന് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിനെയും കൊണ്ടൊക്കെ വെളിയിറങ്ങുമ്പോൾ ഞാൻ ഒന്ന് സൂക്ഷിക്കണമായിരുന്നു. എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ മാക്സിലെ വിസിറ്റിങ് കഴിഞ്ഞ് ഞങ്ങളത് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ഞങ്ങൾ വെളിയിലോട്ട് വന്നു. ഇനി അടുത്ത ചിന്ത ഇനി അടുത്ത് എങ്ങോട്ടാണെന്നാണ്. അപ്പോൾ എല്ലാവർക്കും പതിയെ വിശപ്പൊക്കെ അടിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യം അച്ചുവിൻ്റെ സജഷൻ KFC കയറാനായിരുന്നു. പിന്നെ ഞങ്ങളത് പതിയെ മാറ്റി ഞങ്ങൾക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ കരമനയുള്ള ഞങ്ങളുടെ ജ്യൂസ് ബേയിൽ പോയി. ഞങ്ങൾ ജംബോ ഗ്ലാസ്സിലെ ഫ്രൂട്ട് സർബത്താണ് പറഞ്ഞത്. 2 പറഞ്ഞുള്ളൂ, കാരണം 1 മുഴുവനായി ഞങ്ങൾക്ക് ആർക്കും കുടിക്കാൻ പറ്റില്ല. കലങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ വയറ് നിറഞ്ഞ സംതൃപ്തിയോടെ വീണ്ടും യാത്ര തിരിച്ചു. ഇതുവരെയും ലക്ഷ്യം കണ്ടില്ലല്ലോ. എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു ചെരുപ്പ് വാങ്ങാന്നുള്ളത്. അതിനിടയ്ക്കാണ് വാവച്ചിയുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞ് അവൾക്ക് കൺസെഷൻ്റെ എന്തോ കാര്യം ശരിയാക്കണം, അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ നേരെ ഡിപ്പോയ്ക്കകത്ത് കയറുകയാണേ. ഇതാണ് ഇപ്പോഴത്തെ കൺസെഷൻ കാർഡ്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അങ്ങനെ അവിടുത്തെ കാര്യവും സാധിച്ചു എന്ന സംതൃപ്തിയിൽ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോഴും എൻ്റെ ചെരുപ്പ് അവിടെ തന്നെ നിൽക്കുകയാണേ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്റ്റുഡിയോയുടെ മുമ്പിൽ തന്നെ എത്തി. മരം കയറിയില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇപ്പം കണ്ടില്ലേ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടി അവിടെ തന്നെ വെച്ചിട്ട് ആ വേലിയൊക്കെ ചാടി അങ്ങ് സ്റ്റുഡിയോയ്ക്കകത്ത് കയറി. കാരണം ഞങ്ങൾക്ക് വെള്ളായണി ജംഗ്ഷനിൽ പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് യൂട്ടേൺ അടിച്ചിട്ട് വീണ്ടും ഇവിടെ വരേണ്ടി വരും, വീണ്ടും കറങ്ങി പോകേണ്ടി വരും. ആ റിസ്ക് ഒക്കെ ഓർത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങ് ചാടിയേക്കാന്ന്. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ലേ ചേട്ടാ? എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന പരാതി വേണ്ട. ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ. ഇത് ജപ്പാന്റെ ആണോ? മാക്സിലേക്കാളും കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് ഇവിടെ ഡ്രസ്സസ് കിട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട്.
ഒരുപാട് ചെരുപ്പുകൾ ട്രൈ ചെയ്ത് നോക്കി ഗൈസ്. എനിക്ക് അവസാനത്തെ ഇതാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ആ ചെരുപ്പ് എടുത്തുകൊണ്ട് ബില്ലിടാൻ പോയ വഴിക്കാണ് ഞങ്ങൾ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ലോകം തന്നെ കണ്ടത്. പിന്നെ ഒന്നും പറയണ്ടല്ലോ. ഒരു യൂസ് ചെയ്ത് നോക്കാൻ വെച്ചിരുന്നതൊക്കെ ഇനി അവിടെ ബാലൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരും നേരത്തെ അങ്ങ് ട്രൈ ചെയ്യാണ്. എന്തായാലും ശ്രീകുട്ടിയുടെ ഈ തുടക്കം കണ്ടപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായി. ഇവരിതായി ട്രൈ ചെയ്യുന്ന സ്പ്രേ നല്ല സ്മെല്ലാണ്. നല്ല വേർത്തും ആണെന്ന് തോന്നുന്നു. 99 റുപ്പീസ് എന്തേ ഉള്ളൂ ഒരു പീസിന്. അച്ചു എന്തായാലും ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വീണ്ടും വേലി ചാടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് ഇത്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു ഗൈസ്. ഇത്രയേ ഉള്ളൂ. ബൈ.